നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചാനൽ കഥകളതി സാഗരം. കഥകളാണ് ഒരുപാട് മഹാസമുദ്രം പോലെ പല വിധത്തിലുള്ള കഥകൾ അവതരിപ്പിക്കുന്നൊരു ചാനൽ. അതിലിപ്പോൾ ഇടയ്ക്കൊരു പാചകം ഉണ്ടാവും, പിന്നൊരു സാഹിത്യ ചിന്തയുണ്ടാവും, എല്ലാം ബന്ധപ്പെട്ട് കഥകളൊക്കെ തന്നെ. ഇന്ന് നമ്മൾ ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം പങ്കുവയ്ക്കുന്നത് നാരായണീയത്തിലെ 2 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. 15ാമത്തെ ദശകം കപിലോപദേശം എന്ന ദശകം. അതിലെ 9ഉം 10ഉം 2 ശ്ലോകങ്ങളാണ് ഇന്നൊന്ന് പറയാമെന്ന് കരുതുന്നത്. ഇതിലെ കപിലമൂർത്തിയായ ഭഗവാന്റെ അംശാവതാരമായ കപിലമൂർത്തി തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് നൽകുന്ന തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു ഒരു ഭാഗമാണ് കപിലോപദേശം. വളരെ പ്രധാനപ്പെട്ട ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. മാത്രമല്ല ഇത് മാനവലോകത്തോട് മുഴുവനായിട്ടാണ് കപിലമൂർത്തി പറയുന്നത്. അല്ലാതെ തൻ്റെ അമ്മയെ സംബോധന ചെയ്യുന്നു എന്നല്ലാതെ അമ്മയ്ക്ക് മാത്രമുള്ളൊരു ജ്ഞാനോപദേശമല്ല ഇത്. നമ്മൾ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് 45ാമത്തെ എപ്പിസോഡാണ്. കപിലോപദേശം ആദ്യ 15ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റ് 2 ശ്ലോകങ്ങൾ നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കപിലമൂർത്തി തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് തത്വജ്ഞാനോപദേശം ആരംഭിച്ചിട്ട് 8 ശ്ലോകങ്ങൾ പിന്നിട്ടു. 8 ശ്ലോകങ്ങൾ 8 അധ്യായങ്ങളുടെ സാരാംശമാണ്. ഇത്രമാത്രം സംഗ്രഹപാടവം വ്യക്തമാക്കുന്ന ഒരു അധ്യായം ഭാഗവതത്തിൻ്റെ സത്തയായ നാരായണീയത്തിൽ മറ്റൊരു ദശകമില്ല. ഏറ്റവും സംഗ്രഹിക്കാനുള്ള ഭക്തകവിയുടെ കഴിവാണ് ഈ ദശകത്തിൽ കാണുന്നത്. 9ാമത്തെ നമുക്ക് 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് മരണം സംഭവിക്കുന്നത് ലോകത്തെ സമയത്തെ 2 യാമങ്ങളാണ്. ദക്ഷിണായനം, ഉത്തരായണം. അതായത് നടുവിൽ നിൽക്കുന്ന സൂര്യൻ വടക്ക് ഭാഗത്തേക്ക് പോകുന്നു, തെക്ക് ഭാഗത്തേക്ക് പോകുന്നു. തെക്ക് ഭാഗത്തേക്ക് പോകുന്ന 6 മാസം, വടക്ക് ഭാഗത്തേക്ക് പോകുന്ന 6 മാസം. അങ്ങനെയാണ് ഉത്തരായണമെന്നും ദക്ഷിണായനമെന്നും ഉണ്ടായിരിക്കുന്നത്. ദക്ഷിണായനത്തിൽ മരിക്കുന്നവരെല്ലാം അവരുടെ നന്മ, ഭൂമിയിലിരിക്കുമ്പോഴത്തെ പ്രവർത്തികളുടെ നന്മതിന്മകളുടെ കണക്കനുസരിച്ച്, അതിൻ്റെ ഒരു ആകത്തുക അനുസരിച്ച് ആദ്യം അവർക്ക് നന്മകൾ വരുന്നു, പിന്നീട് വീണ്ടും ആ നന്മകളൊക്കെ കഴിഞ്ഞ് തൂക്കം നോക്കിക്കഴിഞ്ഞ് സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതയുണ്ടോയെന്ന് നോക്കി മിക്കവാറും പേർക്ക് പുനരഭിജനനം, മറ്റൊരു ജന്മമാണ് ലഭിക്കുക. വിഷ്ണുപദം പോകാറായിട്ടില്ല, വൈകുണ്ഠത്തിൽ എത്താറായിട്ടില്ല എന്ന് വിധി വരാനാണ് സാധ്യത. ദക്ഷിണായനം പോയി ചന്ദ്രമണ്ഡലത്തിലെത്തുന്നവർക്ക്. ഉത്തരായനം പോയി സൂര്യമണ്ഡലത്തിലെത്തുന്നവർക്കോ അവരെങ്ങനെയുള്ളവരായിരിക്കും? നിഷ്കാമകർമ്മം ചെയ്യുന്നവർ, പേരിനും പ്രശസ്തിക്കുമൊന്നുമല്ലാതെ, ഒന്നും തന്നെ ആഗ്രഹിക്കാതെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ്. ഉത്തരായണത്തിൽ അവർക്കാണ് മരണം സംഭവിക്കുക. അവർ സൂര്യമണ്ഡലത്തിലെത്തുകയും വൈകുണ്ഠത്തിലെത്തുകയും വിഷ്ണുപാദം പോയി വിഷ്ണുപാർഷവന്മാരായി ഇനിയൊരു ജന്മമില്ലാതെ അവിടെ തന്നെ സ്ഥിരമായി സ്വസ്ഥമായി വൈകുണ്ഠത്തിൽ താമസിക്കുകയും ചെയ്യുമെന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൻ്റെ ആ പരിഭാഷ ഞാനൊന്ന് വായിക്കാം. നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്നൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രം. പിതൃദേവാദികൾക്കായി യജ്ഞം ചെയ്യും ധാർമ്മികനും തെക്കൻ വഴി പോയി
അധപ്പതിച്ചിടുന്നു. ഗൃഹസ്ഥനായി ലൗകിക ജീവിതത്തിൽ മുഴുകി സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും എന്നുള്ള വേർതിരിവൊന്നുമില്ലാതെ കർമ്മനിരതന്മാരായിട്ട് അതിൽ ചിലപ്പോൾ നല്ല ചീത്തയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ദക്ഷിണായനം പോകുന്നു. അവർ അധപ്പതിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ എല്ലാ കർമ്മങ്ങളും നശിച്ചു പോകണമെന്നുള്ളൊരർത്ഥമല്ല, അവർക്ക് മറ്റൊരു ജന്മം കിട്ടുന്നു. ഒരു ജന്മാന്തര പുണ്യമായിട്ട് ജന്മം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ആ ജന്മത്തിലെ മനുഷ്യജന്മമാകാം. 6 ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അട്ടാതൽ തേരട്ട തൊട്ടാരട്ടി വ്യാക്രം നക്രം, ഇങ്ങനെ 6 ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഈ വ്യക്തിയുടെ ആത്മാവ് മറ്റൊരു ജീവിയായിട്ട് ജനിക്കുന്നു. ആ ജന്മം നന്നാകാം, മോശമാകാം, തിക്തഫലങ്ങളുണ്ടാകാം, നല്ല ഫലങ്ങളും ഉണ്ടാകാം. നല്ലത് മാത്രമുള്ളൊരു ജന്മം ഇല്ല, അതുപോലെ ദോഷങ്ങൾ മാത്രമുള്ളൊരു ജന്മം അതുമില്ല. എന്നിൽ സമർപ്പിത കർമ്മം ഉത്തരമാർഗമാമത്. എന്നാൽ ഭഗവാനിൽ സമർപ്പിക്കുന്ന കർമ്മം ചെയ്യുന്നവർ ഉത്തമമാർഗമായ ഉത്തരായനത്തിൽ തന്നെ മരണം സംഭവിച്ച് സൂര്യമണ്ഡലത്തിലെത്തി വിഷ്ണുപാദം പോകുന്നു, വൈകുണ്ഠലോകത്തിലെത്തുന്നു. വിഷ്ണു പാർഷദന്മാരായിട്ട് ജീവിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതാണ് മുക്തി ലഭിക്കുക എന്ന് പറയുന്നത്. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. ദേവഹൂതിയോട് കപിലമൂർത്തി ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 9ാമത്തെ ദശകത്തിലേക്കാണ്. 9ാമത്തെ ശ്ലോകത്തിലേക്ക്. 15ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം. കപിലോപദേശം അങ്ങ് സംഗ്രഹിക്കുകയാണ് ഭക്തകവി ഇവിടെ. 9ാമത്തെ ശ്ലോകം മുതൽ 9ഉം 10ഉം കൂടെ ഈ ദശകം അവസാനിക്കുകയാണ്. ഇതി സുവിദിത വേദ്യം ദേവകേ ദേവഹൂതി കൃതനുതിമനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരദാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീജാം. എന്താ ഇതിൽ പറയുന്നത്? ഇതി സുവിദിത വേദ്യാം. ഇത് ഇങ്ങനെ ഇപ്രകാരം അറിയേണ്ടതായിട്ടുള്ള എല്ലാവിധ നല്ല കാര്യങ്ങൾ. കൃതനുഗുതിം ദേവകേ ദേവഹൂതി. കപിലമൂർത്തി ദേവഹൂതിയോട് അറിയേണ്ടതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തുംഗതോ യോഗി സംഖ്യൈ. യോഗികളോടൊപ്പം തൻ്റെ ആശ്രമം വിട്ട് തൻ്റെ അമ്മയെ വിട്ട് പോകാനായിട്ട്, അതായത് ഒരു വാനപ്രസ്ഥം ആയിട്ട് പോകാനായിട്ട് അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങ് കപിലമൂർത്തി അങ്ങ് പോകാൻ ഒരുങ്ങുകയാണ്. യോഗി സംഖ്യൈ ഗത, യോഗികളോടുകൂടി യാത്രയായി. വിമലമതിരദാസൗ ഭക്തിയോഗേന മുക്ത. വിമലമതി അസൗഗത, യോഗികളോടുകൂടി യാത്രയായി. ഭക്തി യോഗേന മുക്ത, ഭക്തിയോഗം കൊണ്ട് അദ്ദേഹം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ത്വം അഭിജനഹിതാർത്ഥം പ്രാഗുദീജാം വർത്തസെ. നിന്തിരുവടിയാകട്ടെ. അപ്പം ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ഭഗവാനെ നിന്തിരുവടി യോഗികളോടുകൂടി യാത്രയായി. മനഃശുദ്ധി ലഭിച്ച ദേവഹൂതി, കപിലോപദേശം കേട്ട് മനസ്സിന് ശുദ്ധി ലഭിച്ച് ആത്മജ്ഞാനം നേടിയ ദേവഹൂതി പിന്നീട് ഉള്ള കാലം ആ ഭക്തിയോഗം കൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കുകയും ഉണ്ടായി. ഭഗവാനാകട്ടെ നിന്തിരുവടിയാകട്ടെ എന്താ സംഭവിച്ചത്? ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാഗുദീച്ചാം വർത്തസെ,
വടക്ക് കിഴക്കേ ദിക്കിലേക്ക് പോയി. കപിലമൂർത്തി പോയത് പ്രപഞ്ചത്തിൻ്റെ ആകാശത്തിൻ്റെ വടക്ക് കിഴക്കേ മുക്കിലാണ്. ഈ വടക്ക് കിഴക്കേ മുക്കിൽ സുഹൃതം എന്ന് പറയുന്ന ലോകത്ത് കപിലമൂർത്തി, അതായത് ഭഗവാന്റെ ഒരു അംശാവതാരമായിട്ട് കപിലമൂർത്തി ഇന്നും വസിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഈ കപിലമൂർത്തിയെ പിന്തുടർന്ന് ഈ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. സാഗരന്മാർ എന്ന് പറയുന്ന, അതായത് ഇക്ഷ്വാകുവംശത്തിലെ രാജാക്കന്മാരാണ് അവർക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ഭഗീരഥൻ എന്ന രാജാവ് തപസ് ചെയ്തതും ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുമായ ഭഗീരഥൻ്റെ കഥ ഒക്കെ വളരെ വിശദമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഈ സാഗര രാജാക്കന്മാർ, കപിലയോഗീശ്വരൻ വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ വടക്ക് കിഴക്ക് സുഹൃതം എന്ന് പറയുന്ന ഭൂമിക്കടിയിലുള്ള ഒരു ലോകത്ത് വച്ച് ഭൂമി കുഴിച്ചു. സാഗര രാജാക്കന്മാർ ഭൂമി കുഴിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ സുഹൃതം എന്ന് പറയുന്ന ദേശത്തെ കപില വാസുദേവനെ കണ്ടതായിട്ട് വാൽമീകി രാമായണത്തിൽ ഈ ഗംഗാവതരണത്തെപ്പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ വർണ്ണിക്കുന്നുണ്ട് സാഗര രാജാക്കന്മാരെ കപില വാസുദേവനെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഭാഗം. അതായത് ഒരു വാൽമീകി രാമായണത്തിൻ്റെ 40ാമത്തെ സർഗത്തിൽ 25-26 ശ്ലോകങ്ങളായിട്ട് കാണുന്ന ആ ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിക്കാമെന്ന് മാത്രം. തതപ്രാഗുത്തരാം ഗത്വാ സാഗരാ പ്രഥിതാ ദിശം രോഷാദഭ്യഘനൻ സർവേ പൃഥിവീം സാഗരാത്മജാം തേ തു സർവേ മഹാത്മനോ ഭീമവേഗാ മഹാബല ദദൃശു കപിലം തത്ര വാസുദേവം സദാനനം വാസുദേവം സനാതനം. ഈ സുഹൃതലോകത്ത് ചെന്നപ്പോൾ ഭീമവേഗ മഹാബലവാനായിട്ട് കപിലമൂർത്തിയെ അവിടെ കാണുകയുണ്ടായി. ദദൃശു കപിലം, അവിടെ കപിലമൂർത്തിയെ കാണുകയുണ്ടായി. വാസുദേവം സനാതനം എന്ന് പറയുന്ന ഒരു ഭാഗം വാൽമീകി രാമായണത്തിലുണ്ട്. അപ്പോൾ ഇന്നും വിശ്വാസമനുസരിച്ച്, നമ്മുടെ സനാതനധർമ്മമനുസരിച്ച് കപിലമൂർത്തി വടക്ക് കിഴക്കേ മൂലയിലായിട്ട് സുഹൃതം എന്ന് പറയുന്ന ലോകത്ത് വസിക്കുന്നുണ്ട് എന്നാണ് ഒരു വിശ്വാസം. ഈ ശ്ലോകത്തിൻ്റെ ഏകദേശം ഒരു ഉദ്ദേശം, തത്വജ്ഞാനമെല്ലാം അമ്മയോട് ഉപദേശിച്ചു കഴിഞ്ഞ കപിലമൂർത്തി ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട്, അമ്മയെ അനുഗ്രഹിച്ചിട്ട്, മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണല്ലോ കപിലമൂർത്തി, അനുഗ്രഹിച്ചിട്ട് ഭഗവാനെ അങ്ങ് നെന്തിരുവടി യോഗികളോടുകൂടിയിട്ട് വാനപ്രസ്ഥത്തിനായിട്ട് യാത്രയാവുകയും ചെയ്തു. പിന്നീടുള്ള കാലം തത്വജ്ഞാനം സിദ്ധിച്ച ദേവഹൂതി മനഃശുദ്ധി വന്ന് ഭക്തിയോഗത്തിൽ തന്നെ ജീവിച്ച് മുക്തി നേടുകയും ചെയ്തു എന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ഒരു മലയാളത്തിലുള്ള രീതി അർത്ഥം എങ്ങനെ വരുന്നു നോക്കാം. അറിയേണ്ടതറിഞ്ഞോര ദേവഹൂതി സ്തുതി ചെയ്തു. തത്വജ്ഞാനമെല്ലാം മനസ്സിലാക്കിയ ദേവഹൂതി പിന്നെ സ്തുതിക്കുകയാണ്. അനുഗ്രഹം നൽകി അങ്ങോ യാത്രയുമായി. ദേവഹൂതി അനുഗ്രഹിച്ചുകൊണ്ട് കപിലമൂർത്തി യാത്രയായി. ഭക്തിയോഗം കൊണ്ടു ദേവഹൂതി മോക്ഷാവസ്ഥ നേടി. ദേവഭൂതിയാകട്ടെ പിന്നീടുള്ള കാലം ഭക്തിയോഗത്തിലൂടെ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. വടക്കു കിഴക്കു ഭാഗേ ഭവാൻ പാർക്കുന്നു. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കപിലമൂർത്തി ഇന്നും വസിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. 15ാമത്തെ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകം, 10ാമത്തെ ശ്ലോകം. പരമ കിമുപഭൂക്ത്യ തത്പദാംബോജഭക്തി സകല
ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം ത്വദ്വിദൂയാമയാന്മേ ഗുരുഭവനപുരേശ ത്വയ്യുപാദസ്യ ഭക്തിം. അതായത് പരമ ബഹുക്യാ കിമു, അതായത് പരമ എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഏറ്റവും സർവോത്തമനായ ഭഗവാനെ വളരെ പറഞ്ഞിട്ട്, അതായത് ബഹൂക്യ എന്ന് പറഞ്ഞാൽ ഒരുപാട്, വളരെയേറെ, ബഹുക്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ട്, തത്വജ്ഞാനത്തെക്കുറിച്ച് ദേവഹൂതിയോട് ഒരുപാട് 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 കാര്യങ്ങൾ പറഞ്ഞിട്ട്, വളരെയേറെ പറഞ്ഞിട്ട് കിമു എന്തുണ്ടായി? ത്വത്പദാംബോജഭക്തിം, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ആ ഭക്തി ഉണ്ടായിട്ട്, ഭക്തി എങ്ങനെയുള്ള ഭക്തി ഉണ്ടായത്? സകല ഭയവിനേത്രീ, ദേവഹൂതിയുടെ സകല ഭയങ്ങളും അങ്ങ് മാറിപ്പോയി. അതുപോലെ തന്നെയാണ് കപിലോപദേശം ശ്രവിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും ഭക്തി, ഒരു വിധത്തിലുള്ള ഭയങ്ങളും പിന്നീട് അവരെ ബാധിക്കില്ല എന്നാണ് പറയണത്. എപ്പോഴായോ തനിക്ക് രോഗമുണ്ടല്ലോ, അത് മാറില്ലേ എന്നൊരു പേടി ഇല്ല. തനിക്ക് ഇനി നല്ല ധനമൊക്കെ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു ഭയം അതും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴല്ല മരിക്കുക, എൻ്റെ ഭഗവാനെ എനിക്ക് ഈശ്വരഭജനമൊക്കെ ചെയ്ത് ഒരുപാട് കാലം ഇനിയും ജീവിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്, പക്ഷേ ഈ മരണം അതെപ്പോഴാണ് പിടികൂടുക എന്നുള്ള ആ മരണഭയം അതും ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ത്വത്പാദാംബോജഭക്തി, നെന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ഭക്തി സർവകാമോപനേത്രീ, സർവകാമങ്ങളും സകല അഭീഷ്ടങ്ങളും നൽകുന്നത് തന്നെയാണ്. ത്വം ദൃഢം ഖലു വദസി എന്ന് അങ്ങ്, ത്വം ദൃഢമായിട്ട് അങ്ങ് ഖലു വദസി ഉറപ്പിച്ച് പറയുന്നുണ്ട്. കപിലോപദേശം ശ്രദ്ധിച്ചോളൂ, തത്വജ്ഞാനം നേടിക്കോളൂ, മരണഭയം ഉണ്ടാവില്ല. രോഗങ്ങൾ നമ്മളെ കീഴടക്കും, നമുക്ക് മഹാരോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്കൊരു ഉപദ്രവമായിട്ട് വരില്ല എന്ന ആ രോഗഭയവും നമ്മൾക്ക് ഉണ്ടാവില്ല. പിന്നെ സർവകാമോപനേത്രി, സകല അഭീഷ്ടങ്ങളും നമുക്ക് നേടിത്തരുകയും ചെയ്യും. തത്മേ ആമയാൻ വിധൂയ, അതുകൊണ്ടാണ് ഭക്തകവി പറയുന്നത് തത് കപിലമൂർത്തിയുടെ ഈ കഴിവ്, സകല കാമോപനേത്രി, മരണം, സകല ഭയവിനേത്രി, സർവകാമോപനേത്രി, പിന്നെയോ എല്ലാ അഭീഷ്ടങ്ങളൊക്കെ നേടിത്തരും എല്ലാം. അതുകൊണ്ട് തത് ആമയാൻ വിധൂയ, അങ്ങ് ആമയങ്ങളും മാറ്റും. എന്താണ് ഈ ആമയങ്ങളെന്ന് പറഞ്ഞാൽ? രോഗങ്ങൾ തന്നെ. അപ്പോൾ വാതരോഗം കൊണ്ടുള്ള ചികിത്സയ്ക്കാണല്ലോ ഭക്തകവി ഗുരുവായൂർ പോയിരിക്കണേ. അപ്പം ഇനിയിപ്പോൾ ആ രോഗം മാറൂല്ലേന്ന് അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല. സത്വം മേ ആമയാൻ വിധൂയ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരും, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ഭക്തകവി പറയാം. ഗുരുഭവനപുരേശ, ഗുരുഭവനത്തിൽ ഗുരുവായൂരിൽ വസിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ത്വയി ഭക്തിം ഉപാദൽസ്വ, അങ്ങയെക്കുറിച്ചുള്ള ഭക്തി എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന പ്രാർത്ഥനയോടെ കപിലോപദേശം എന്ന ഈ 15ാമത്തെ ദശകം ഭക്തകവി ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. രോഗങ്ങളെയാണ് എനിക്കിപ്പോൾ ഭയം. ആ രോഗങ്ങൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ രോഗങ്ങൾ എന്നെ പിടികൂടിയേക്കല്ലേ, എനിക്ക് അതിനിനി പറ്റുമോ?
രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടിയാലല്ലേ എനിക്ക് ഭഗവത് ഭജനവും എനിക്ക് ഇനിയും ജീവിക്കാനുള്ള ഒരു സന്ദർഭവും ഭഗവത് ഭജനവും ഒക്കെ സാധിക്കുള്ളൂ. എൻ്റെ മോഹം ഭഗവത് ഭജനാണ്. അതിനെനിക്ക് സാധിക്കുമോ എന്നുള്ള ആശങ്കയോടുകൂടി, എന്നാൽ ഭഗവാനിൽ ഉറച്ച ഭക്തിയോടുകൂടി ഭക്തകവി പറയുകയാണ് ഭഗവാന് തദ്മേ ആമയാൻ വിധൂയ, അങ്ങൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തന്ന്, സകല ഭയവിനേത്രിയും, എൻ്റെ എല്ലാവിധ ഭയങ്ങളും മാറ്റിത്തന്ന്, സകല അഭീഷ്ടവിനേത്രിയും, എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ സാധിപ്പിച്ചു തന്ന് എനിക്ക് ഇനിയും ജീവിക്കാനും രോഗഭയം തീർത്ത് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഈ 15ാമത്തെ ദശകം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം കൊണ്ട് ഞാൻ ആ ശ്ലോകം വായിക്കുകയാണ്. പരമഹിമോ ബഹുക്ത്യാ ത്വത്പാദാംബോജഭക്തി സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം ത്വദീയാമയാന്മേ ഗുരുഭവനപുരേശ ത്വയ്യുപാദൽ സഭക്തി. എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ, എനിക്ക് ഇനി വേറെ കാലം അങ്ങേ ഭജിക്കാനുള്ളൊരു ഭാഗ്യം തരണേ. ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷയൊന്ന് നോക്കാം. വീടുത്തെ പദത്തിങ്കലുള്ള ഭക്തി ഭയം മാറ്റും സകല ഭീഷ്ടങ്ങളും നിറവേറ്റിടും. അവിടുന്നു തന്നെ ഇതു ഉറപ്പിച്ചു പറയുന്നു. ഇത് മറ്റാരുമല്ല പറയണേ, അങ്ങ് തന്നെയാണ് പറയുന്നത്. ഭഗവത് ഭക്തി കൊണ്ട്, അങ്ങയോടുള്ള ഭക്തി കൊണ്ട് നിങ്ങളുടെ സകല ഭയങ്ങളും മാറും, സകല അഭിഷ്ടങ്ങളും സാധിക്കും, മരണഭയം നീങ്ങിക്കിട്ടും, രോഗങ്ങളും മാറിക്കിട്ടും. ഇനിയും ഒരുപാട് കാലം ഭഗവത് ഭക്തിയോടുകൂടി ജീവിക്കാനായിട്ട് കഴിയുമെന്ന് അങ്ങ് തന്നെ അവിടുന്നു തന്നെ ഇതു ഉറപ്പിച്ചു പറയുന്നു. അതിനാൽ എൻ രോഗം മാറ്റി ഭക്തി നൽകണേ. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് പറയുന്ന വാക്കൊക്കെ സത്യമായിട്ട് വരട്ടെ, എൻ്റെ രോഗങ്ങളെല്ലാം മാറട്ടെ, എനിക്ക് ഇനിയും ഏറെ കാലം ഭഗവത് ഭജനത്തിനുള്ള അവസരം ലഭിക്കട്ടെ, എന്നിൽ ഭക്തി വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 15ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കും കപിലമൂർത്തിയോടൊപ്പം ഈ ദശകത്തിൽ നിന്ന് അടുത്ത ദശകത്തിലേക്ക് പോകാം. ഇന്നിവിടെ അവതരിപ്പിച്ച എല്ലാ ഭഗവത് പദങ്ങളും ആ പാതാരബിന്ദങ്ങളിൽ നമുക്ക് ഒന്നായിട്ട് സമർപ്പിക്കാം. ശ്രീ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇത് നമ്മുടെ ചാനലാണെന്ന് ഓർമ്മ വരണം. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ആകുന്നത്ര ഭക്തിമാർഗത്തിലേക്ക് വരൂ. കുറച്ചൊക്കെ സമയം നമുക്ക് ഭക്തിയും കൂടി കൊണ്ട് നടക്കണം. കൂടുതൽ നാരായണീയത്തെ മനസ്സിലാക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഭഗവാൻ അതിനുള്ള വഴി ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എല്ലാ പദങ്ങളും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.